ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു സുന്ദരി പുട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും തന്നെ അത് ഇഷ്ടമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചക്ക കൊണ്ടൊരു പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് എല്ലായിടത്തും ചക്ക ലഭ്യമാണല്ലോ. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ചക്ക കൊണ്ടൊരു പുട്ടുണ്ടാക്കാവുന്ന. അതുകൊണ്ട് നമുക്ക് ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചക്കയുടെ ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട്, മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് തേങ്ങ, പിന്നെ ഞാൻ ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഈ പുട്ടിൻ്റെ പൊടിയിലോട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ജ്യൂസാക്കിയ ചക്കയുടെ അത് നമുക്ക് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ഈ ചക്കയുടെ ജ്യൂസ് എടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ ചക്കയുടെ തന്നെ ഒരു ഫ്ലേവർ കിട്ടും. അതുപോലെ ആ ഒരു പൊടിക്ക് നല്ലൊരു മധുരവും എല്ലാം നല്ലൊരു ചക്കയുടെ തന്നെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ആവി കയറ്റാനായിട്ട് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. ഇവിടെ ആവി വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കണയിലോട്ട് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ച ചക്കയുടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ചക്കയുടെ ജ്യൂസ് വെച്ച് നനച്ച പുട്ടുപൊടിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി കുറച്ചുകൂടി തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനിയും നമുക്ക് ചക്കയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനി അതേപോലെ തന്നെ പുട്ടുപൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് തേങ്ങയും അതേപോലെ ചക്ക അരിഞ്ഞതും ടോപ്പിൽ വെച്ച് കൊടുക്കുവാണ്. ഇനി നമുക്കിത് ആവി കയറ്റാനായിട്ട് വെക്കാം. മൂടി അടച്ച് ആവി കയറ്റാനായിട്ട് വെക്കാം. നമ്മുടെ ചക്കയുടെ ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് പഴമോ പഞ്ചസാരയോ ഒന്നും വേണ്ട. കാരണം ചക്കയ്ക്ക് ഓൾറെഡി നല്ല മധുരമുണ്ട്. അതേപോലെ നമ്മുടെ ചക്കയുടെ ജ്യൂസ് വെച്ച് തന്നെയാണ് ഇത് നനച്ചെടുത്തേക്കണത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണുമ്പോൾ ഈ കുടംപുളി കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.